ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ റിഫാസ് ഫ്ലേവേഴ്സ്. ഇന്നത്തെ റെസിപ്പി നമ്മുടെ പരത്തിപ്പുട്ടാണ് കേട്ടോ. അപ്പോൾ നോമ്പൊക്കെ അല്ലേ, അതുകൊണ്ട് ഒരു ചായക്കടി ആയിരിക്കട്ടെ എന്ന് തോന്നി ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ പരത്തിപ്പുട്ടിന് ആവശ്യമായ ഫില്ലിങ്സ് തയ്യാറാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഫ്ലെയിമൊക്കെ ഓൺ ആക്കിയിട്ട് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഉള്ളിയാണ്. ഉള്ളി ഞാനിവിടെ മീഡിയം സൈസായിട്ടുള്ള ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. 8 എണ്ണം എടുത്തിട്ടുണ്ട്. അത് ഞാൻ നേരിയ രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഉപ്പാണ്. അപ്പോൾ ആവശ്യമനുസരിച്ചിട്ട് ഉപ്പിട്ട് കൊടുക്കാം. അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതായത് നമ്മുടെ ഈ ഉള്ളിയിൽ നമ്മൾ നേരത്തെ ഒഴിച്ച വെളിച്ചെണ്ണയും അതുപോലെ തന്നെ ഈ ഉപ്പും നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുന്നവരെ ഇതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതുപോലത്തെ ഒരു അടപ്പെടുത്തിട്ട് നമ്മുടെ പാത്രം ഒന്ന് മൂടി കൊടുക്കുക. ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഉള്ളി ഒന്ന് വഴന്ന് കിട്ടും. അങ്ങനെ നമ്മുടെ ഉള്ളി നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിങ്ങനെ അടുപ്പ് വെച്ച് മൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഉള്ളിൽ കുറച്ച് വെള്ളം കയറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് കുറച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ആ വെള്ളം ജസ്റ്റ് വറ്റിയിട്ട് പോകും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന്, അതായത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതും ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ ഉള്ളിയും നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി മിക്സിയിലിട്ട് അരച്ചെടുത്തതാണ്. അത് ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിൻ്റെ അരച്ചതൊക്കെ നല്ല രീതിയിൽ ഇവിടെ മിക്സായി കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഉള്ളിയിൽ. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എന്താ പറയുക, ചെമ്മീനാണ്. ഞാനിവിടെ 1 കിലോയോളം ചെമ്മീൻ ഇതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്ന മസാല, അതായത് ഫില്ലിങ്സ് പറയുന്നത് ചെമ്മീൻ മസാലയാണ്. അപ്പം അതുകൊണ്ട് ഞാനിവിടെ 1 കിലോയോളം ചെമ്മീൻ എടുത്തിട്ട് ഇതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാല ഉണ്ടാക്കിയെടുക്കാം. അത് ബീഫോ കോഴിയോ എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ ചെമ്മീനാണ് എടുത്തത്. ചെമ്മീനാണ് കൂടുതൽ ടേസ്റ്റ് നമ്മുടെ ഈ പരത്തിപ്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാൻ നല്ലോണം ഇവിടെ മിക്സ് ആക്കിയിട്ടുണ്ട് നമ്മുടെ ചെമ്മീനും ഉള്ളിയും. ഇനി അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. കുറച്ചൊരു കറിവേപ്പില എടുത്തിട്ട് ചെറുതായി അരിഞ്ഞിട്ട് അതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ മസാലയിലേക്ക് നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റായ ഗരം മസാലപ്പൊടി കൂടി കുറച്ച് ഞാൻ, അതായത് 1/2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത ശേഷം ഫ്ലെയിം ഓഫ് ആക്കുക. അങ്ങനെ നമ്മുടെ മസാല, അതായത് നമ്മുടെ പരത്തിപ്പുട്ടിന് ആവശ്യമായ ചെമ്മീൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതായത് ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ പരത്തിപ്പുട്ടിന് ആവശ്യമായ ഡോ തയ്യാറാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 1 ഗ്ലാസോളം പച്ചരി വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു, അതായത് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 4-5 മണിക്കൂർ കുതിർത്തി വെക്കാം കേട്ടോ വെള്ളത്തിൽ തന്നെ. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കാം. അങ്ങനെ ഞാനിവിടെ കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് നമ്മുടെ പച്ചരി. ഇനി ഇത് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 3/4 കപ്പോളം തേങ്ങ, 1/2 ടീസ്പൂൺ നല്ല ജീരകം, ഉപ്പ്, പിന്നെ 3 ഗ്ലാസ് വെള്ളം എന്നിവ ചേർത്ത് നല്ലോണം ഇത് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ ഞാനിവിടെ നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ പച്ചരിയും അതുപോലെ തന്നെ തേങ്ങയൊക്കെ അരച്ച മിക്സിയിൽ, ആ മിക്സിയിലേക്ക് ഇനി നമ്മുടെ പത്തലിൻ്റെ പൊടിയാണ് എടുത്തിട്ട് കുഴച്ചെടുക്കുന്നത്. പത്തലിൻ്റെ പൊടി ഇങ്ങനെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുഴച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഒരു ഡോ പരുവത്തിലാക്കിയെടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ പരത്തിപ്പുട്ടിന് ആവശ്യമായ ഡോ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് പരത്തിപ്പുട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മുടെ എല്ലാ സാധനങ്ങളും സെറ്റായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്.
ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡോ, പിന്നെ ഒരു ബൗളായിട്ട് നമ്മുടെ മസാല എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ പരത്തിപ്പുട്ട് ഉണ്ടാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട്. ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് നെയ്യ് നമ്മുടെ കൈക്കൊന്ന് തടവിയിട്ട് നിങ്ങൾക്ക് എത്ര വലുപ്പമുള്ള പരത്തിപ്പുട്ടാണ് വേണ്ടത് അത്ര വലുപ്പത്തിനനുസരിച്ചിട്ടുള്ള ബോൾസ് ആക്കി എടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് പരത്തി കൊടുക്കുക, കയ്യിൽ വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ചെയ്യട്ടാം. അങ്ങനെ പരത്തിയതിന് ശേഷം ഞാൻ നടുക്കാണ് ആ ഫില്ലിങ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പരത്തിപ്പുട്ട് പറഞ്ഞത് നമ്മുടെ ഈ കണ്ണൂക്കാട്ട് സ്പെഷ്യലായിട്ടുള്ള ഒരു കടിയാണ് ഉണ്ടപ്പുട്ട്. ആ ഒരു ഉണ്ടപ്പുട്ട് തന്നെയാണ് സെയിം ആണ്, റെസിപ്പിയൊക്കെ സെയിം തന്നെയാണ്. പക്ഷേ ആ ഒരു ഉണ്ടപ്പുട്ടിന് പകരം ഇത് നമ്മൾ പരത്തുന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇതിനെ പരത്തിപ്പുട്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഫില്ലിങ്സ് നടുക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഇങ്ങനെ അപ്പുറം ഇപ്പുറം ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഞാനിത് ഉണ്ടപ്പുട്ടാണ് കേട്ടോ കാണിക്കുന്നത്, പരത്തിപ്പുട്ട് അടുത്തേക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ നേരത്തെ ഉണ്ടപ്പുട്ടാക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെയാണ് ബോൾസ് ആക്കി എടുക്കുക, എന്നിട്ട് പരത്തുക, എന്നിട്ട് ഇതുപോലെ നടുക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക. അതിന് ശേഷം ചെയ്യുന്നത് പോലെ ചെയ്താൽ നമ്മുടെ പരത്തിപ്പുട്ട് ഇതുപോലെ റെഡിയാവും. ജസ്റ്റ് ഇതേപോലെ ഒന്ന് മുകളിലേക്ക് ആക്കി കൊടുത്തിട്ട് ജസ്റ്റ് നല്ലോണം, അതായത് നമ്മുടെ ഒരു എന്താ പറയുക ക്രാക്കൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിലാക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം ഈ ഒരു പരന്ന ഷേപ്പിൽ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ പരത്തിപ്പുട്ട് ഏകദേശം ഇവിടെ റെഡി ആയിട്ടാം. അപ്പോൾ ഇതുപോലെ ബാക്കി എല്ലാ ഡോയും ഇതുപോലെ ആക്കിയിട്ട് വെക്കാം. നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. ഉണ്ട പോലെ ആക്കണമെങ്കിൽ ഉണ്ടപ്പുട്ട് പോലെ ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലെ പരത്തിപ്പുട്ടാക്കിയിട്ടും ചെയ്യുക. അപ്പോൾ അതുപോലെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഞാനിവിടെ ഒരു പ്ലേറ്റിലോളം ആക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് സ്റ്റീം ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മുടെ അടപ്പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ട് നമ്മുടെ ആവിയൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇത് വെച്ച് കൊടുക്കാം. മുകളിൽ വെക്കണ്ട കേട്ടോ, ഇതുപോലെ റൗണ്ടായിട്ട് വെച്ച് കൊടുക്കാം. അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമ്മുടെ അടപ്പാത്രത്തിൽ മൂടിയിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. 10 to 15 മിനിറ്റ് വേവിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ പരത്തിപ്പുട്ട് ഇവിടെ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുക്കട്ടാം. ഇനി നമുക്ക് നമ്മുടെ പരത്തിപ്പുട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുക്കണം. അതിന് വേണ്ടി ഞാനിവിടെ കുമ്മിട്ടിമുളക് പൊടിയും ഉപ്പും വെള്ളവും ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലിട്ടിട്ടാണ് നമ്മുടെ പരത്തിപ്പുട്ട് ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുക്കുന്നത്. അതിന് വേണ്ടി നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഫ്രൈ പാൻ ഒന്ന് ചൂടാൻ വെക്കാം. അങ്ങനെ നമ്മുടെ ഫ്രൈ പാൻ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഒരു 3 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കല്ലുമ്മക്കായൊക്കെ പൊരിക്കലില്ലേ, ആ ഒരു സെയിം രീതിയാണ് ഇതും പൊരിക്കൽ, നമ്മുടെ പരത്തിപ്പുട്ട് പൊരിച്ചെടുക്കൽ. അപ്പോൾ നമ്മുടെ നെയ്യ് നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ ഈ ഓരോന്നോരോന്നായിട്ട് നമുക്ക് പരത്തിപ്പുട്ട് എടുത്തിട്ട് നമ്മുടെ ഈ മുളകിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പരത്തിപ്പുട്ട് ഇവിടെ നല്ല രീതിയിൽ ഫ്രൈ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഈ ഒരു എണ്ണയിലേക്ക്, അതായത് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കൂല, വെളിച്ചെണ്ണ ഒഴിക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ ഞാനിത് നോമ്പുറിക്കേണ്ട സമയമൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുക ഇതിന്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്നും കറിവേപ്പിലൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യട്ടോ ചെയ്യുന്ന സമയത്ത്. എന്നിട്ടിത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ പരത്തിപ്പുട്ട് ഇവിടെ നല്ല രീതിയിൽ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ പരത്തിപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഈ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയി വരുന്നവരേക്കും ഓക്കെ, ബൈ ബൈ.